ഇന്നൊരു സാധാരണ ഞായറാഴ്ച അല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, തൃശ്ശൂരിലാണ്. അപ്പോൾ അവിടെ വരെ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. എന്തായാലും ഒരുങ്ങിക്കെട്ടി പോകുവാണല്ലോ, അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി കാണിച്ചേക്കാന്ന് വെച്ചു. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. എൻ്റെ നല്ല സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് മുഖത്ത് എന്ത് ചെയ്താലും നല്ല 8ന്റെ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. കാരണം അതിന് മുഖത്ത് വെള്ളപ്പാട് വരും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ബ്രൗണിൻ്റെ ആണ്. നല്ല അടിപൊളി ഫൗണ്ടേഷനാണ്. പക്ഷെ ഞാൻ ഇന്ന് അത് ഇടുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നട്ട വെയിലത്താണ് നമ്മൾ കല്യാണത്തിൻ്റെ അടുത്തേക്ക് കല്യാണത്തിന് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ വെയിലത്ത് ഞാൻ ഇവിടെ എത്തുമ്പോൾ കരിഞ്ഞുണങ്ങി നല്ല പരുവായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൗഡർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ വീട്ടിൽ ഒരു പണിയില്ലാതെ വെറുതെ കുത്തിപ്പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. മുടിയൊക്കെ ആണെങ്കിൽ പറയണ്ട, സ്മൂത്തനിങ് ചെയ്താൽ വരത്തില്ല. അതുപോലെ അമ്മാതിരി ലുക്കിലൊക്കെ ആയിരിക്കും വീട്ടിലിരിക്കുമ്പോൾ നമ്മളെ കാണാൻ. എന്നാൽ എവിടെയെങ്കിലും പോവാൻ ഇറങ്ങിയാലോ എൻ്റെ ദൈവമേ, ഒരു ദിവസവും ഇല്ലാത്ത ഡാർക്ക്നെസ് ആയിരിക്കും മുഖത്ത്, പിമ്പിൾസ്, പിന്നെ മുടിയാണെങ്കിലോ പറയണ്ട, ഷോക്ക് അടിച്ച പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ അതിനെല്ലാം തരണം ചെയ്ത് ഞാൻ ഒരു വിധത്തിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുഖത്തൊന്നും ചെയ്തില്ലെങ്കിലും കണ്ണിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഇനി ഇത്തിരി ലിപ്സ്റ്റിക് കൂടി ഇട്ട് ഒരു പൊട്ടോട് കുത്തിയാൽ എൻ്റെ പരിപാടികളൊക്കെ കഴിയും. പിന്നെ ഈ ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് ഒരു പണി കിട്ടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റത്തില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ അതില്ലാതെ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഞാൻ എന്തായാലും അത്ര അവസ്ഥയിലോട്ട് എത്തിയില്ല. പിന്നെ ഒന്നോർക്കുമ്പോൾ ഒരു ലൈഫല്ലേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കാം. ചിലർക്ക് നന്നായി ഒരുങ്ങിയൊക്കെ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണോ, എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നത് അത് നിങ്ങൾ ധൈര്യമായി ചെയ്യുക. നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് ദൂരം മുമ്പോട്ട് സഞ്ചരിക്കുന്നു. നമുക്ക് ശരിക്കും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും കുറെ നേരമായി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ ഓർമ്മിപ്പിക്കും, കഴിഞ്ഞില്ലേ കുറെ നേരം ആയല്ലോ എന്നൊക്കെ. പക്ഷേ എന്തൊക്കെയോ ഞാൻ മറന്നു പോകും. പിന്നെ വീഡിയോയും കൂടെ എടുക്കുന്ന കാരണം മൊത്തത്തിൽ എൻ്റെ റിലേ പോയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ വർക്കിംഗ് ഡേയ്സിലൊക്കെ ഇത് നേരെ തിരിച്ചാണ്. ഞാനാണ് അവനെ വിളിച്ചോണ്ടിരിക്കുന്നത്, കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ച്. ഇതാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതിൻ്റെ കൂടെ ഒരു ഷോളും കൂടെ ഉണ്ടായിരുന്നു. ഷോൾ ഇട്ടപ്പോൾ ഒരു സുഖമില്ലായിരുന്നു, അത് കാരണം ഞാൻ ഷോൾ ഇട്ടില്ല. പിന്നെ ഇതിന് പറ്റിയൊരു കമ്മൽ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചാണ്. ഇനി നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. സാധാരണയിൽ നിന്നും വളരെ മികച്ചതായി എൻ്റെ മുടി കിടക്കുന്നില്ലേ, അത് വേറൊന്നുമല്ല ഗൈസ്, ഞാൻ നൈസായിട്ടൊന്ന് തേച്ചായിരുന്നു. എന്ത് ചെയ്യാനാ, ഒരു തേപ്പ് കിട്ടിയാലേ എൻ്റെ മുടി നന്നാവുള്ളൂ. നമുക്ക് മുടി രണ്ട് സൈഡിൽ നിന്നും പിന്നെ ബാക്കിൽ ക്ലിപ്പ് കുത്തിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. എനിക്കാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് കുറേ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കാൻ എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊന്നും വരത്തില്ല. എന്നും കിട്ടുന്ന അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം സ്റ്റൈലുണ്ട്, അത് മാത്രമേ ഞാൻ കെട്ടാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം റെഡി ആയത്. ബ്രൂണോ എത്തി നോക്കുന്നു, ഇവരിത് എവിടെ പോവാ ഒരുങ്ങി കെട്ടി, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ടെന്നൊക്കെ ആയിരിക്കും അവനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ബ്രൂണോനെ കൊണ്ടുപോകുന്നില്ല. കാരണം എന്താന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവിടെ നല്ല നട്ട വെയിലാണ്. ആ വെയിലത്ത് ഇവനെ കൊണ്ടുപോയി കാറിനകത്തിട്ട് ഇവനും കരിഞ്ഞുണങ്ങി പോകും. അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വേഗം വരാന്നൊക്കെ പറഞ്ഞ് അവനെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തിയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള സമയമായി. സമയം അതിക്രമിച്ചു, ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി. ഇതാണ് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കൊക്കെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയണേ. ബ്രൂണോ ആണെങ്കിൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട് അവനെയും കൊണ്ടുപോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് നിവർത്തിയില്ല. നമ്മുടെ വണ്ടിയിലെ AC കംപ്ലൈന്റ് ആണ്, അത് കാരണം അവൻ ചൂടത്തിരുന്ന് വലയേണ്ടി വരും. അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോകാത്തത് നമ്മൾ. എന്നാ പിന്നെ ഇനി താഴോട്ടിറങ്ങി 2 ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് പട്ടിഷമൊക്കെ കാണിച്ചേക്കാം അല്ലേ. എവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോഷൂട്ട് മെയിൻ ആണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നിങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ ആരാണെന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ ഫോട്ടോഗ്രാഫർ എൻ്റെ ബർത്ത്ഡേ ആണ്. അവരാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തരുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിലാണ് പ്രസ്റ്റീനാസ് കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഞങ്ങൾ രാവിലെ അവിടെ കയറി കഴിച്ചിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. നല്ല കിടിലൻ ആംബിയൻസ് ആട്ടോ ഇവിടെ. കുറേ ചെടികളൊക്കെ ഉണ്ട്. ആരുടെ ശല്യമൊന്നുമില്ലാതെ രാവിലെ മനസ്സമാധാനത്തോടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ പറ്റിയ പ്ലേസ് ആണ്. ഞാനാണെങ്കിൽ ഇടിയപ്പവും മുട്ടക്കറി മേടിച്ചു, അവൻ അപ്പവും മുട്ടക്കറി മേടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ നല്ല കിടിലം ബിരിയാണിയൊക്കെ കിട്ടും. ബിരിയാണിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ്. ജംഗ്ഷനിൽ നിന്ന് എരൂർ വഴി ആലഞ്ചോട് പോകുന്ന റൂട്ടിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ വിടുവാണ്. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.
അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കുറേ പൊട്ടുവളരി വിൽക്കാൻ വെച്ചേക്കുന്നത് കണ്ട് ഞാനാണെങ്കിൽ ആദ്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതാണ്. ഒരു പഴത്തിൻ്റെ ടേസ്റ്റ്, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഒരു പഴത്തിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കൊള്ളാം, നല്ല തണുപ്പാണ്. നമ്മുടെ ഉള്ളിൽ നല്ല തണുപ്പിങ്ങനെ നിൽക്കും. കൊള്ളാം, ഇനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം തൃശ്ശൂരൊക്കെ എത്താറായിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ള കുറേ പ്ലേസുകളുണ്ട് കേട്ടോ. ഈ പാലത്തിൽ നിന്നൊക്കെ നല്ല രസം ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഞങ്ങൾ കൊടുങ്ങല്ലൂരുള്ള ഒരു റിസോർട്ടിലേക്കാണ് ആദ്യം പോയത്. ഇവിടെ തലേ ദിവസമായിരുന്നു പരിപാടിയൊക്കെ നടന്നത്, അതിന് നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് ബാക്കി. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പിന്നെ റിസപ്ഷനൊക്കെ നടക്കുന്നിടത്തേക്ക് പോയത്. ചെമ്മീൻ കെട്ടൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. താലികെട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. പിന്നെ കല്യാണച്ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പേര് നിങ്ങൾ കണ്ടു കാണുമല്ലോ, വിവേക് അഞ്ജന. വിവേകാണ് ഞങ്ങളുടെ കൂടെ പഠിച്ചത്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. അഞ്ജനയും ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ കല്യാണത്തിനാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണം നടക്കുന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാം ഏകദേശം പാതിയൊക്കെ ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഫൈനലി വിവേകും അഞ്ജനയും ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. അവർക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നൈസായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. സദ്യയാണ്, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്, എന്നാലും ഉള്ളതാട്ടെ എന്ന് വിചാരിച്ച് അവിടെ ക്യൂ ഒക്കെ നിൽക്കണം കേട്ടോ, സദ്യയൊക്കെ കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചു എറണാകുളത്തേക്ക്. അവിടെ അനിയന്റെ വോളിബോളിന്റെ ടൂർണമെന്റ് നടക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങൾ അവിടെ കയറി തിരിച്ചു വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടിഞ്ഞ വെയിലായിരുന്നു, രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ കല്യാണ പരിപാടിയെല്ലാം ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.